അസുരന്മാർക്ക് സംഗീതവും നൃത്തവും വശമില്ലത്രേ. ഇതാര് പറഞ്ഞോണ അല്ലേ? മധ്യസ്ഥായിലെയും മേൽസ്ഥായിലെയും താരസ്ഥായിലെയും അതിമനോഹരമായിട്ടുള്ള വരിശകൾ അത്രയും പെരിങ്ങോടന്റെ കണ്ഠത്തിൽ നിന്നും അടർത്തിയെടുത്ത് ക്രൂര നിഷാദ ശരം കൊണ്ട് വീഴുമെൻ നെഞ്ചിലൻ ആത്മപ്രണാമം എന്ന സപ്തസ്വരങ്ങളൊക്കെയും ഹൃദയത്തിലേക്ക് സ്വീകരിച്ച അസുരനാണിത്. ഭരതമുനിയെ പ്രണയിച്ച ഭാനുമതിയുടെ നാട്യശാസ്ത്രത്തിലെ അങ്കോപാംഗം സ്വരമുഖരം എന്ന ആ വരികളിൽ അഭിനവ സഭതിയിൽ നൊന്തുപാടും ഈ ശ്യാമകന്യയിൽ കനിയൂ എന്ന വരികളിലായിരുന്നു ആ അസുരൻ ദേവനായി മാറുന്നത്. യതോ ഹസ്തസ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടിസ്തതോ മന, യതോ മനസ്തതോ ഭവ, യതോ ഭവസ്തതോ രസ. ഭാനുമതിയുടെ കൈകൾ എവിടെയാണോ കണ്ണുകൾ അവിടെ പിന്തുടരണം. കണ്ണുകൾ എവിടെയാണോ അവിടെ മനസ്സുമുണ്ടായിരിക്കണം. മനസ്സെവിടെയാണോ അവിടെ ആവിഷ്കാരവും പോകുന്നു. ആവിഷ്കാരമുള്ളിടത്ത് വികാരവും ഉടലെടുക്കുന്നു. അതിമനോഹരമായ വികാരത്തിൽ ഉടലെടുത്ത് അസുരനെ ദേവനാക്കിയ കഥ ദേവാസുരൻ.